അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഇത്രയധികം എതിർപ്പുകൾ ഉണ്ടായിട്ടും ഗസയിലെ മനുഷ്യക്കുരുതി നിർത്താൻ ഇസ്രായേൽ തയ്യാറാകാത്തത് എന്തുകൊണ്ടായിരിക്കും? ഹമാസിനെ തകർക്കാൻ എന്ന പേരിൽ കുഞ്ഞുങ്ങളെ അടക്കം പതിനായിരങ്ങളെ കൊലപ്പെടുത്തുകയും കെട്ടിടങ്ങൾ നിലംപരിശാക്കുകയും ഗസയിലെ ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്യുകയാണ് ഇസ്രായേൽ. ഹമാസിനെ നശിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ അടുത്തുപോലും എത്താൻ ഇസ്രായേലിന്റെ സൈനിക നീക്കത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തെ നോക്കുകുത്തിയാക്കി ഗസയുടെ ഭൂമിക്കും ജനതയ്ക്കും മേലുള്ള ക്രൂരതകൾ തുടരുകയാണ് സയനിസ്റ്റ് രാഷ്ട്രം. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലോകരാഷ്ട്രങ്ങൾ ആവർത്തിക്കുമ്പോഴും ഈ ക്രൂരതയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാത്തത് എന്താണെന്ന കാര്യത്തിൽ പലതരം അഭിപ്രായങ്ങളുണ്ട്. ഗസയിൽ നിന്ന് അവിടുത്തെ തദ്ദേശീയ ജനതയെ പുറന്തള്ളി ഭൂമി പിടിച്ചെടുക്കുകയാണ് സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരിലെ വലിയൊരു വിഭാഗവും കരുതുന്നു. അതിനെ സാധൂകരിക്കും വിധമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവന. ഗസയോട് ചേർന്ന് നിൽക്കുന്ന നഗരങ്ങൾ വികസിപ്പിക്കുന്നതിനായി 19 ബില്യൺ ഷെക്കൽ അഥവാ $5 ബില്യൺ പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. വെസ്റ്റ് ബാങ്കിലേതുപോലെ ഫലസ്തീൻ ഭൂമി ബലമായി പിടിച്ചെടുക്കാനുള്ള നീക്കമാണിതെന്നതിൽ ഇസ്രായേലിന്റെ ചരിത്രമറിയുന്നവർക്ക് സംശയമുണ്ടാവില്ല. ഭൂമി പിടിച്ചെടുക്കലിനൊപ്പം ഇസ്രായേലിന്റെ ഗസ കയ്യേറ്റത്തിൽ അധികമാരും ചർച്ച ചെയ്യപ്പെടാത്ത ഒന്നാണ് ഗസയെ കീറിമുറിച്ച് ഒരു കപ്പൽ പാത നിർമ്മിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്നത്. കേൾക്കുമ്പോൾ കൗതുകവും അമ്പരപ്പും തോന്നിയേക്കാം. എന്നാൽ ലോകത്തെ കപ്പൽ ഗതാഗതത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരുപക്ഷെ ലോകപ്രസിദ്ധമായ സൂയസ് കനാലിനെ എന്നേക്കുമായി നശിപ്പിച്ചേക്കാൻ വരെ സാധ്യതയുള്ള ഒരു കപ്പൽ പാതയെപ്പറ്റി ഇസ്രായേൽ സ്വപ്നം കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമൊന്നുമല്ല എന്നതാണ് സത്യം. അവിശ്വസനീയം എന്ന് തോന്നുന്നുണ്ടോ? പാശ്ചാത്യ ലോകത്ത് നിന്ന് ഏഷ്യയിലേക്കുള്ള ചരക്ക് ഗതാഗതം സ്വന്തം രാജ്യത്തു കൂടിയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അതൊരു വൻ സാമ്പത്തിക നേട്ടമാകുമെന്നും അതുവഴി മിഡിൽ ഈസ്റ്റ് മേഖലയുടെ വ്യാപാര നിയന്ത്രണം തങ്ങളുടെ കൈക്കലാക്കാമെന്നും ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. അതിനാകെ വേണ്ടത് ഇപ്പോൾ ഈജിപ്തിലെ സൂയസ് കനാലിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനായി അതിനേക്കാൾ മികച്ച മറ്റൊരു കനാൽ സ്വന്തം രാജ്യത്തു കൂടി നിർമ്മിക്കുക എന്നതാണ്. മെഡിറ്ററേനിയൻ സമുദ്രത്തെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കനാൽ സ്വന്തമായി ഉണ്ടാക്കിയാൽ ആ ലക്ഷ്യം നേടാൻ ഇസ്രായേലിന് കഴിയും എന്നത് ഒരു രഹസ്യമല്ല. അതിനുള്ള പദ്ധതി രേഖയും അവരുടെ കൈവശമുണ്ട്. മെഡിറ്ററേനിയൻ സമുദ്രത്തിനും അക്കബ കടലിടുക്കിനുമിടയിൽ 292 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഭൂമി കീറി അതിലൂടെ സമുദ്രജലമൊഴുക്കി കപ്പൽ പാത സൃഷ്ടിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ പദ്ധതി. എന്നാൽ ഇത് യാഥാർത്ഥ്യമാകുന്നതിനു മുന്നിൽ നിരവധി പ്രതിസന്ധികളുണ്ട്. അവയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഗസയെ കീറിമുറിച്ചു വേണം കനാൽ കുഴിക്കാൻ എന്നുള്ളതാണ്. ലോകത്തെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിലൊന്നാണ് ഗസ. ആ പ്രദേശത്തെ ജനങ്ങളെ പൂർണ്ണമായി ഒഴിപ്പിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു നിർമ്മിതിക്ക് മുതിരാൻ ഇസ്രായേലിന് ആകുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും നാടുകടത്തുകയും കെട്ടിടങ്ങൾ തകർക്കുകയും ചെയ്യുന്ന ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നശീകരണ നീക്കത്തിനു പിന്നിൽ ആ കനാൽ പദ്ധതിയുണ്ടെന്ന സംശയം ദൃഢപ്പെടുന്നത്. ആഗോള ചരക്ക് ഗതാഗതത്തിൽ ഈജിപ്തിലെ സൂയസ് കനാലിനുള്ള പങ്ക് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഈ കനാലിലൂടെ ഓരോ വർഷവും 20,000-ലേറെ കപ്പലുകൾ കടന്നു പോകുന്നു എന്നാണ് കണക്ക്. കപ്പലുകൾ നൽകുന്ന ചുങ്കപ്പണമാണ് ഈജിപ്തിന്റെ വരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. സമ്പത്തിന് പുറമെ ഈജിപ്തിന് ലോക വാണിജ്യ ഭൂപടത്തിൽ നിർണായക സ്ഥാനവും ഈ പാത നൽകുന്നു. സൂയസ് കനാൽ ഈജിപ്തിന് നൽകുന്ന സാമ്പത്തികവും വാണിജ്യപരവും രാഷ്ട്രീയവുമായ നേട്ടങ്ങളിൽ ഇസ്രായേലിന് പണ്ടേ ഒരു കണ്ണുണ്ട്. 1956-ൽ പ്രസിഡന്റ് ജമാൽ അബ്ദുൽ നാസർ സൂയസ് കനാൽ ദേശസാൽക്കരിച്ചതിനെ തുടർന്ന് ഈജിപ്തിൽ അധിനിവേശം നടത്താൻ ബ്രിട്ടനും ഫ്രാൻസും ഒരുങ്ങിയപ്പോൾ ഒപ്പം ചേർന്നവരാണ് ഇസ്രായേൽ. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും ഇടപെടലിനെ തുടർന്നാണ് അധിനിവേശം ആരംഭിച്ചിട്ടും ഇസ്രായേലിന് പിന്മാറേണ്ടി വന്നത്. അതിനുശേഷവും അവസരം കിട്ടുമ്പോഴൊക്കെ സൂയസ് കനാൽ ആക്രമിക്കാനും ആധിപത്യം സ്ഥാപിക്കാനും സയനിസ്റ്റ് രാഷ്ട്രം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വിജയം കണ്ടിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് സൂയസിന് സമാന്തരമായ ഒരു കപ്പൽ പാത എന്നൊരാശയം ഇസ്രായേലിന്റെ രാഷ്ട്രപിതാവും ഒന്നാമത്തെ പ്രധാനമന്ത്രിയുമായ ഡേവിഡ് ബെൻഗൂറിയോൺ 1960കളുടെ അവസാനത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ഫലസ്തീൻ ജനതയെ അവരുടെ നാടുകളിൽ നിന്ന് ആട്ടിയോടിക്കാൻ ആഹ്വാനം ചെയ്യുകയും ജൂത കുടിയേറ്റത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആളായിരുന്നു ബെൻഗൂറിയോൺ. പുതിയ പാതയിലൂടെ ഇസ്രായേലിന് നേട്ടമുണ്ടാക്കി കൊടുക്കുന്നതിനൊപ്പം ഈജിപ്ത് അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും രാഷ്ട്രീയ പ്രസക്തിയും നശിപ്പിക്കുക എന്നുകൂടി ബെൻഗൂറിയോന്റെ കനാൽ പദ്ധതിയിലെ ലക്ഷ്യങ്ങളായിരുന്നു. അക്കബ ഉൾക്കടൽ തീരത്തെ എയ്ലാത്ത് തുറമുഖത്തെയും ഇസ്രായേലിന്റെ മെഡിറ്ററേനിയൻ തീരനഗരമായ അഷ്കലോണിനെയും ബന്ധിപ്പിക്കുന്നതാണ് ബെൻഗൂറിയോൻ കനാലിന്റെ അടിസ്ഥാന പ്ലാൻ. ഈ നഗരങ്ങൾ ഒഴിച്ചാൽ കനാലിന്റെ ഭൂരിഭാഗം പ്രദേശവും കടന്നുപോകുന്നത് നെഗേവ് മരുഭൂമിയിലൂടെയാണ്. 193 കിലോമീറ്റർ നീളമുള്ള സൂയസ് കനാലിനേക്കാൾ 1/3 കൂടി ദൈർഘ്യമുള്ളതാണ് ബെൻഗൂറിയോൻ കനാലിന്റെ പദ്ധതി.
50 ബില്യൺ മുതൽ 80 ബില്യൺ വരെയാണ് ഈ പദ്ധതിക്ക് ചെലവ് വരിക എന്നാണ് കണക്ക്. സൂയസ് കനാലിൽ നിന്ന് വിഭിന്നമായി ഒരേ സമയം ഇരുദിശകളിലേക്കും സഞ്ചരിക്കുന്ന കപ്പലുകളെ ഉൾക്കൊള്ളുന്ന 2 കനാലുകളായിട്ടാണ് ബെൻഗൂറിയോൺ പദ്ധതി ഡിസൈൻ ചെയ്യുന്നത്. പാറക്കല്ല് കൊണ്ടുള്ള ഭിത്തിയാകയാൽ സൂയിസിനെ പോലെ ഇടയ്ക്കിടെയുള്ള മെയിൻ്റെനൻസ് പ്രവൃത്തികൾ ആവശ്യമാകുന്നില്ല. വീതിയും ആഴവും കൂടുതലായതിനാൽ ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് പോലും കടന്നുപോകാൻ കഴിയും. കനാലിന്റെ തീരങ്ങളിലായി നഗരങ്ങളും അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളും പാർക്കുകളും നിശാ ക്ലബ്ബുകളും നിർമ്മിക്കാനും ഇസ്രായേലിന് പദ്ധതിയുണ്ട്. മരുഭൂമിയിൽ ആണവ സ്ഫോടനം നടത്തി ഗർത്തങ്ങൾ ഉണ്ടാക്കിയ ശേഷമാവും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുക. 2021 ഫെബ്രുവരിയിൽ 5 മാസത്തിനകം ബെൻഗൂറിയോൺ കനാൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. അതിനും 2 വർഷം മുമ്പ് തന്നെ ഹീബ്രു ഭാഷയിൽ കനാൽ പദ്ധതി സംബന്ധിച്ച നിരവധി ലേഖനങ്ങളും പഠനങ്ങളും പ്രസിദ്ധീകരിച്ചു. കനാൽ പൂർത്തിയാകാൻ 5 വർഷമെടുക്കുമെന്നും 3 ലക്ഷം എഞ്ചിനീയർമാരും ടെക്നീഷ്യന്മാരും പദ്ധതിയുടെ ഭാഗമാകുമെന്നും പ്രഖ്യാപനമുണ്ടായി. എന്നാൽ ഇതിൽ കാര്യമായ ചലനങ്ങൾ പിന്നീടുണ്ടായിട്ടില്ല. ഇവിടെയാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നശീകരണവും ബെൻഗൂറിയോൺ കനാലും തമ്മിലുള്ള ബന്ധം സംശയിക്കപ്പെടുന്നത്. മുൻ പദ്ധതിയിലുള്ള അഷ്കലോണിന് പകരം 21 കിലോമീറ്റർ തെക്കുമാറിയുള്ള ഗസ നഗരത്തിലൂടെ കനാൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ദൂരവും അധ്വാനവും നിക്ഷേപവും ഗണ്യമായി കുറക്കാൻ കഴിയും. എന്നുമാത്രമല്ല, ഏറെക്കുറെ സൂയിസിനോട് കിടപിടിക്കും വിധം നേർരേഖയിൽ തന്നെ കനാൽ ഉണ്ടാക്കാനും ഇതുകൊണ്ട് സാധിക്കും. അതിനു മുന്നിലുള്ള പ്രധാന തടസ്സം ഗസ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് എന്നത് തന്നെയാണ്. അതിനൊപ്പം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ എപ്പോഴും ഫലസ്തീനു മേലുണ്ട്. അതുകൊണ്ട് തന്നെ എതിർപ്പുകളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലൂടെ മാത്രമേ ഗസയെ ഒഴിപ്പിച്ചെടുക്കാൻ കഴിയൂ എന്ന ഇസ്രായേലിന്റെ കണക്കുകൂട്ടലിൽ ഒരു അത്ഭുതവുമില്ല. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെ മറയാക്കി 6 മാസത്തോളമായി നടത്തിവരുന്ന ക്രൂരമായ വംശഹത്യയിലൂടെ ഇസ്രായേൽ അത്തരം പ്രതിസന്ധികളെയെല്ലാം മറികടക്കുകയാണ് എന്ന് വിചാരിക്കുന്നവർ ഏറെയുണ്ട്. കുട്ടികളെ അടക്കം ഗസയിലെ മനുഷ്യരെ ആവുന്നത്ര കൊന്നുതള്ളിയും ബാക്കിയാകുന്നവരെ പൂർണ്ണമായി നാടുകടത്തിയും ഗസയെ ഒരു പ്രേത നഗരമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. പലായനം ചെയ്യുന്നവരെ ഈജിപ്തിന്റെ ഉടമസ്ഥതയിലുള്ള സിനായ് മരുഭൂമിയിലേക്ക് മാറ്റുന്നതിനെപ്പറ്റി ഇസ്രായേലിന്റെ മുതിർന്ന നേതാക്കൾ പലതവണ സംസാരിച്ചത് ഇതിനോട് ചേർത്ത് വായിക്കണം. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അകമഴിഞ്ഞ പിന്തുണയും മറ്റു വൻ ശക്തികളുടെ മൗനവും സയനിസ്റ്റുകൾക്ക് ഊർജം പകരും. ഗസയെ തങ്ങളുടെ രാഷ്ട്രത്തോട് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവിടെ ഒരു പാവ ഗവൺമെന്റിനെ പ്രതിഷ്ഠിച്ച് തങ്ങളുടെ ലക്ഷ്യം കാണാൻ സയനിസ്റ്റുകൾക്ക് കഴിയും. ആ ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ യാത്രയെ പ്രതിരോധിച്ചു നിർത്തുന്നത് ഹമാസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ അവർ എല്ലാം ചെയ്യുന്നതും. തങ്ങൾ കരുതിയതുപോലെ ഗസയെ പൂർണ്ണമായി വരുതിയിലാക്കുക എന്നത് സാധ്യമല്ല എന്ന പാഠമാണ് ഹമാസ് ഇതുവരെ ഇസ്രായേലിനെ പഠിപ്പിച്ചത്. മാസങ്ങളോളം നീണ്ട സൈനിക നീക്കം മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഇസ്രായേലിനെ പിടിച്ചുലക്കുന്നുമുണ്ട്. എങ്കിലും ഗസ അധിനിവേശത്തിന്റെ ലക്ഷ്യങ്ങളിൽ ബെൻഗൂറിയോൺ കനാൽ ഉണ്ടെങ്കിൽ ഇസ്രായേൽ എന്നേക്കുമായി അതിൽ നിന്നു പിന്മാറില്ല എന്ന് വേണം കരുതാൻ. ഗസയെ കീറിമുറിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ കനാൽ പദ്ധതി നിലവിൽ വരികയാണെങ്കിൽ അതിലൂടെ ഒഴുകുന്ന ജലത്തിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചോരയുടെ ഗന്ധമുണ്ടാകും. ഈ കൂട്ടക്കുരുതി കണ്ടു നിൽക്കുന്ന ലോകം അതിന് ഉത്തരവാദിയുമായിരിക്കും.